ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു 4 ചെറിയ കുട്ടികളെയാണ്. ഇവർ 4 പേരും കൂടി ചേർന്ന് അവരുടെ ആ ഒരു ഗ്രാമത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അതിന്റെ മുകളിലേക്ക് തൂങ്ങിക്കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ആ ഒരു ട്രീ ഹൗസിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഫോർട്ട് കൂപ്പർ എന്നായിരുന്നു ആ ഒരു ട്രീ ഹൗസിന് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്ന പേര്. കോമിക് ബുക്കുകളിലും സിനിമകളിലും ഒക്കെ വരുന്ന ആ ഒരു നിധിവേട്ട കഥകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കളിക്കുന്ന സമയത്തും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളാവുന്ന സമയത്ത് ഒരു കള്ളൻ പോലീസ് കളിക്കില്ലേ, അതേപോലെയൊക്കെ തന്നെ അങ്ങനെ ഇവരുടെ ആ ഒരു ചെറുപ്പകാലം അവർ ആ ഒരു ഗ്രാമത്തില് അടിച്ചു പൊളിച്ച് തന്നെ ജീവിക്കുകയാണ്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അവരിപ്പോ വളർന്നു വലുതായിട്ടുണ്ട്. ഇവർ 4 പേരും തന്നെ ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഗ്രാജുവേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരോ വഴിക്ക് പിരിയാണ് ഇപ്പോ. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ തേടി പോകാനുള്ള ആ ഒരു പ്രായമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മെല്ലെ മെല്ലെ പല വഴിക്ക് പിരിയാണ്. ഇപ്പോ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഇവർ ഓരോരുത്തരെയാണ് നമ്മൾ കാണുന്നത്. ഇവനാണ് ടോം. ടോം ഇപ്പോ ഏഞ്ചല എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് വന്നേക്കാണ്. അവരുടേതായിട്ടുള്ള ചില നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടോം ഇപ്പൊ അവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു പരിപാടികളിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡോറിൽ ആരോ ഭയങ്കര ശക്തമായിട്ട് ഇടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ടോം ഞെട്ടി എണീക്കുകയാണ്. എന്നിട്ട് ആഞ്ചലയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ആഞ്ചല ഒരു സൗണ്ട് കേൾക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ആഞ്ചല പേടിച്ചിട്ട് ആ ഒരു ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾ ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ വേഗം ഡ്രസ്സ് ഇട്, അത് ടോണിയാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു ഉടായ്പ നടക്കുന്നുണ്ടല്ലേ. എന്നാല് അങ്ങനെ തന്നെയാണ് സംഭവം. നമ്മുടെ ടോം ആഞ്ചലിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ടോണി ചൈനയ്ക്ക് പോയിന്നല്ല നീ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവൻ ഈ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ ഒരു പെൺകുട്ടി ഡോർ തുറന്നു വരാണ്. അപ്പൊ ഏഞ്ചല ഇതാണ് ടോണി എന്ന് ടോമിനോട് പറഞ്ഞു കൊടുക്കാണ്. ആഞ്ചലയും ടോണിയും തമ്മിൽ മുന്നേ റിലേഷനിലായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ടോണി ചൈനയ്ക്ക് പോയ ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ടോം ഒരു ചീറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ പേടിച്ചിട്ട് ടോണിനെ നോക്കി അങ്ങനെ നിൽക്കാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ടോണി ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടോം പേടിച്ച് അങ്ങനെ നിൽക്കാണ്. എന്നാല് ടോമി അവന്റെ മുഖത്തോക്കി ചിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടപ്പോ ടോം മെല്ലെ ഒരു ആശ്വാസത്തോടെ മെല്ലെ എണീറ്റ് നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ടോണി ചിരിച്ചോണ്ട് ടോമിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ നെഞ്ചത്ത് നോക്കി ഒരു മാന്ത് കൊടുക്കാണ്. എന്നിട്ട് അവളുടെ ദേഷ്യം മുഴുവൻ എടുത്തിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. ടോം തെറിച്ചു പോയിട്ട് ആ ഒരു കട്ടിലേക്ക് കിടക്കുകയാണ്. ടോണി ചൈനയ്ക്ക് പോയത് ചുമ്മാതെ ആയിരുന്നില്ല, അവള് നല്ല കുംഫുകാരിയായിരുന്നു. ഇപ്പൊ ടോമിന്റെ ആ ഒരു ക്യാരക്ടർ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നില്ലേ. അവൻ നല്ലൊരു പ്ലേ ബോയ് ആണ്. ഇപ്പൊ ഇവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത്